Realme ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയ അവരുടെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റാണ് Realme Buds Q2. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് Realme Buds Q2 എന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൻ്റെ വിശേഷങ്ങളാണ്. നമുക്കറിയാം നേരത്തെ തന്നെ Realme Buds Q എന്ന പേരിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് പുറത്തിറക്കിയിരുന്നു. അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറുകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ Realme Buds Q2 പുറത്തിറക്കിയിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് Buds Q2 എന്ന ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് ബോക്സ് ആദ്യം അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ടിപ്പിക്കൽ റിയൽമി ബോക്സിനകത്താണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. മുകളിൽ Realme Buds Q2 എന്ന് എഴുതിയിട്ടുണ്ട്. പ്രോഡക്റ്റിൻ്റെ ഒരു ഇമേജ് ഇവിടെ നമുക്കിതുപോലെ കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഫീച്ചറുകൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം പറയാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ചാർജിങ് കേസും അതുപോലെ ആ രണ്ട് ബഡ്സുകളും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ പാക്ക് ചെയ്തിരിക്കുന്നത്. സാധാരണ ചില ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളൊക്കെ വരുമ്പോൾ ഈ ഒരു ചാർജിങ് കേസിനകത്ത് തന്നെ അത് ഇൻസേർട്ട് ചെയ്തായിരിക്കും വരാറുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചാർജിങ് കേസ്. കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈൻ ചാർജിങ് കേസിന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു Realme Buds Q1 നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതിനേക്കാളും കുറച്ചുകൂടി കാണാൻ ഒരു ഭംഗി കൂടുതലുണ്ട്. കുറച്ചുകൂടി സൈസൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇവിടെ Buds Q2വിൻ്റെ ഈ ഒരു ചാർജിങ് കേസ് എന്ന് തോന്നുന്നു. ഇതേ ഇരിക്കുന്നു രണ്ട് ബഡ്സുകൾ, അത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ Buds Q1നേക്കാൾ ഇവിടെ ഒരു കുറച്ചൊരു ഗ്ലോസി ഒരു കളർ വ്യത്യാസത്തിൽ ഒരു ഭാഗം ഇതുപോലെ ആ ഒരു ടച്ച് കൺട്രോളിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. അതൊരു പ്രത്യേക ഭംഗി തന്നെ ഇതിന് നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെവിക്കകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയ കടുകണൊക്കെ ഇട്ടാണൊക്കെ തോന്നും. കാരണം അത്രയും ഒരു ഭംഗി ഈ ഒരു Buds Q2വിൻ്റെ ഈ ഒരു ഭാഗത്ത് ആ ഒരു ഗ്ലോസി ഭാഗത്ത് ഒരു പ്രത്യേക കളറിൽ നൽകിയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. Buds Qനേക്കാളും കാണാൻ എന്തുകൊണ്ടും ഭംഗി Buds Q2 തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്താണ് ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ഇരിക്കുന്നത്. ഇത് കൂടാതെ ഇതിനകത്ത് വേറെ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ചാർജിങ് കേബിളുണ്ട്. USB Type-C ചാർജിങ് കേബിളാണ് നൽകിയിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ എക്സ്ട്രാ ഇയർ ടിപ്പ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. 4 എക്സ്ട്രാ ഇയർ ടിപ്പ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് മീഡിയം സൈസ് ആയിരിക്കും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അല്ലാതെ സ്മോൾ സൈസും ലാർജ് സൈസിൻ്റെയും ഇയർ ടിപ്പുകൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെവിയുടെ സൈസ് അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ളത് ഇട്ടാൽ മാത്രമേ കൃത്യമായിട്ട് അത് ഫിറ്റായിട്ട് ഇരിക്കൂ എന്ന് ഓർമ്മിക്കട്ടെ. അതുകൂടാതെ ഇതിൻ്റെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വാറൻറ്റി കാർഡ് ഇൻഫർമേഷനുമാണ് ഇതിനകത്ത് അതുകൂടാതെ ഈ ഒരു ബോക്സിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർജിങ് കേസ് ഇതുപോലെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ചാർജിങ് കേസിനകത്തേക്ക് നമുക്കിതുപോലെ ഈ ബഡ്സുകൾ ഇത്തരത്തിൽ ഇറക്കി വെച്ച് വേണം ഇത് ചാർജ് ചെയ്യാനായിട്ട്. അതിനുശേഷം അടയ്ക്കാം. അപ്പോൾ ഈ ഒരു ചാർജിങ് കേസിൻ്റെ ക്വാളിറ്റിയൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. ആ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്. എന്നിരുന്നാലും അങ്ങ് ഭയങ്കര ആ ക്ലോസ് ചെയ്യുമ്പോഴൊരു ടൈറ്റ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ചാർജിങ് കേസിൻ്റെ മുകളിൽ ഇതുപോലെ Realme എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഏരിയ വരുന്നത്. ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ചാർജിങ്ങിനായിട്ടുള്ള USB Type-C പോർട്ട്, അതൊരു വലിയ കാര്യമാണ്. Type-C പോർട്ട് തന്നെ നൽകിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു LED ലൈറ്റ് ഇൻഡിക്കേറ്റർ കാണാം. ഇതിൻ്റെ ഒരു ചാർജിങ് രീതിയും ഇത് ഓണാക്കുമ്പോൾ ആ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ബഡ്സിൻ്റെയും ക്വാളിറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എല്ലാം ഓക്കെയാണ്. മാത്രമല്ല ഇവിടെ ഇത്തരത്തിലൊരു റബ്ബർ ബുഷാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇയർ കനാലിലേക്ക് ഇത് പെർഫെക്റ്റായിട്ട് കയറി ഇരിക്കുന്ന രീതിയിലാണ്. ഈ റബ്ബർ ബുഷുള്ള രീതിയായതുകൊണ്ട് ഇൻ ഇയർ ബഡാണ്. അതുകൊണ്ട് തന്നെയും ചെവിക്ക് ഉള്ളിലേക്ക് വളരെ കൃത്യമായിട്ട് ഇറങ്ങി ഇരുന്നോളും. യെസ്, പെർഫെക്റ്റ് ഫിറ്റാണ്. കണ്ടില്ലേ, നമ്മൾ എത്ര തല കുലിക്കാലൊന്നും അത് ഊരിപ്പോവില്ല. അത് വലിയ കാര്യം. സാധാരണ ഈ ഒരു ഇൻ ഇയർ ടൈപ്പ് ആയതുകൊണ്ട് അത്തരത്തിൽ ചെവിക്ക് ഉള്ളിലേക്ക് കൃത്യമായിട്ടിരിക്കും. അതുപോലെ ഇത് ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വെറും ഇതിൻ്റെ കണക്ക് പറഞ്ഞാൽ വെറും 4.5 ഗ്രാം ഭാരം മാത്രമേ ഈ ഓരോ ഇയർ ബഡിനുമുള്ളൂ. അതുപോലെ ഈ ഒരു ചാർജിങ് കേസ് ഉൾപ്പെടെ പോലും ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 45 ഗ്രാം മാത്രമാണ്. മൊത്തത്തിൽ ഇതിൻ്റെ ഡിസൈൻ വൈസ് പെർഫെക്റ്റ് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാണാൻ നല്ല ക്യൂട്ടാണ്. കയ്യിലേക്ക് പിടിക്കാനൊക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു ചാർജിങ് കേസുമൊക്കെയാണ് Buds Q2വിന് വേണ്ടി Realme നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ Buds Q2വിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈ എൻഡ് ഡിവൈസുകൾ മാത്രം കണ്ടുവരുന്ന നോയ്സ് ക്യാൻസലേഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഡിവൈസിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത്. അതായത് 25 dB സൗണ്ടാണ് ഇത്തരത്തിൽ നോയ്സ് ക്യാൻസലേഷൻ വഴി ഒഴിവാക്കപ്പെടുന്നത്. പുറത്തുനിന്നുള്ള ചെറിയ ശബ്ദങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കട്ട് ഓഫ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഹെഡ്സെറ്റ് നമ്മൾ
ചെവിയിലേക്ക് വയ്ക്കുമ്പോൾ പുറത്തുനിന്നുള്ള ഒരു ശല്യപ്പെടുത്തലുകളും അതുകൊണ്ട് ശബ്ദത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വരില്ല. നമ്മൾ കേൾക്കുന്ന പാട്ട് വളരെ കൃത്യമായിട്ട് നമുക്കതുകൊണ്ട് ആസ്വദിക്കാൻ സാധിക്കും. മാത്രമല്ല ഈ ഇൻ ഇയർ ആയതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇയർ കനാലിലേക്ക് ഇത് കൃത്യമായി കയറി പോവുകയും ഈ ബഡ്സുകൾ ചെവിക്കകത്ത് ഇതുപോലെ ഒരു ബ്ലോക്ക് പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെയും പാസീവായിട്ടുള്ള ഒരു നോയ്സ് ക്യാൻസലേഷനും സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഒരു കൈ പൊത്തിപ്പിടിക്കുന്നത് പോലെയുള്ള ഒരു എഫക്റ്റ് ഈ ഒരു ഹെഡ്സെറ്റ് എടുത്ത് വെക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും പാസീവ് നോയ്സ് ക്യാൻസലേഷനും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ആ പാട്ടിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ അത്തരത്തിൽ ഈ രണ്ട് നോയ്സ് ക്യാൻസലേഷൻ കൂടി വരുമ്പോൾ അത് നമ്മെ സഹായിക്കും. മാത്രമല്ല ഈ ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉള്ളതുകൊണ്ട് സാധാരണ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ചെവിയിൽ ഇത്തരം ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടൊക്കെ നടന്നൊക്കെ പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ട്രാൻസ്പെറൻസി മോഡ് ഈ ഒരു വയർലെസ് ഹെഡ്സെറ്റിനകത്ത് നൽകിയിട്ടുമുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതിനകത്ത് ടാപ്പ് ചെയ്താൽ മതി. ഈ കാണുന്ന ഭാഗങ്ങൾ ടച്ച് കൺട്രോളുകൾ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രാൻസ്പെറൻസി മോഡിലേക്ക് നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ട്രാൻസ്പെറൻസി മോഡിലേക്ക് മാറിക്കഴിഞ്ഞാലുള്ള ഗുണം ചെവിയിൽ നിന്ന് ഈ ഹെഡ്സെറ്റ് എടുക്കാതെ പോലും നമുക്ക് പുറത്ത് നിൽക്കുന്ന ആൾ സംസാരിക്കുന്നത് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കും. സാധാരണ ചെവിയിൽ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കും. പുറത്തുനിന്നുള്ള ശബ്ദത്തെ പിടിച്ചകത്തേക്ക് നൽകും ട്രാൻസ്പെറൻസി മോഡിൽ. അപ്പോൾ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നാലും ആരെങ്കിലും സംസാരിച്ചാൽ ട്രാൻസ്പെറൻസി മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഹെഡ്സെറ്റ് ഊരി മാറ്റാതെ പുറത്ത് നിൽക്കുന്ന ആളുമായിട്ട് നമുക്ക് സംസാരിക്കാനും കേൾക്കാനും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് ഇത്തരത്തിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി 2 മൈക്കുകളാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. ഒരു മൈക്ക് ഇവിടെ ആയിട്ട് കാണാം. ഒരു മൈക്ക് ഇതുപോലെ പുറത്ത് ഔട്ടർ സൈഡിലാണ് ഒരു മൈക്ക് ഇതുപോലെ കൊടുത്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ പുറത്തു നിന്നുള്ള സൗണ്ടിനെ പിടിച്ചെടുക്കാനും നോയ്സ് ക്യാൻസലേഷനും ഒക്കെ ആയിട്ടാണ് ഇത്തരത്തിൽ 2 മൈക്കുകൾ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ചാർജിങ് ടൈമിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാർജിങ് കേസ് ഉൾപ്പെടെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 20 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആണെങ്കിൽ പോലും ഈ ഒരു ചാർജിങ് കേസിനകത്ത് ഇറക്കി പലതവണയായിട്ട് ചാർജ് ചെയ്തുകൊണ്ട് മാക്സിമം 20 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാം. ഇനി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആണെങ്കിൽ മാക്സിമം നമുക്ക് 28 മണിക്കൂർ വരെയുള്ള ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ചാർജിങ് കേസ് ഉൾപ്പെടെ നമുക്ക് ബഡ്സ് Q2-നകത്ത് ലഭിക്കും. മാത്രമല്ല ബഡ്സ് Q2-ൻ്റെ മറ്റൊരു പ്രത്യേകത ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് നമ്മളൊന്ന് ചാർജിനകത്ത് ഈ ഒരു ചാർജിങ് കേസ് കണക്ട് ചെയ്തിട്ടിരുന്നാൽ പോലും 3 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാവുന്ന ബാറ്ററി ബാക്കപ്പ് ഇതിനകത്ത് ഫില്ലാകും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ടാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ചാർജ് ആകുന്നത് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഇത് ഫുൾ ചാർജ് ചെയ്യാനും സാധിക്കും. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് 10mm ബാസ് ബൂസ്റ്ററാണ് നൽകിയിരിക്കുന്നത്. 10mm ആ ഡയഫ്രത്തിൻ്റെ സൈസാണ് ഈ 10mm എന്ന് പറയുന്നത്. അപ്പോൾ 10mm സൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനെ സംബന്ധിച്ച് മികച്ച ബാസ് നൽകുന്നതിന് കാരണമാവും. അതുകൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റിയിൽ എനിക്ക് തോന്നുന്നു ബാസിനായിരിക്കും മുൻതൂക്കം എന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ഫോണിനകത്ത് കണക്ട് ചെയ്തില്ല. കണക്ട് ചെയ്തിട്ട് സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയാം. അതുപോലെ 88 മില്ലി സെക്കൻഡാണ് ഇതിൻ്റെ ഒരു ലോ ലേറ്റൻസി എന്ന് പറയുന്നത്. അത് എന്താണ് ഈ ഒരു ലോ ലേറ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ ആ ഗെയിമിൽ കാണുന്ന വിഷ്വൽ, ഇപ്പോൾ ഉദാഹരണത്തിന് PUBG ഒക്കെ കളിക്കുകയാണെങ്കിൽ ആ വെടിവെക്കുന്ന ദൃശ്യവും നമ്മൾ കേൾക്കുന്ന ശബ്ദവും തമ്മിൽ ചെറിയൊരു ഡിലേ വരാറുണ്ട്. ആ ഡിലേ പരമാവധി കുറച്ചുകൊണ്ട് വെറും 88 മില്ലി സെക്കൻഡായിട്ട് കുറയ്ക്കാൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് സാധിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല അങ്ങനെ ലോ ലേറ്റൻസിയിലേക്ക് മാറുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഗെയിം മോഡ് തന്നെ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് നൽകിയിട്ടുമുണ്ട്. ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ നിന്ന് മാത്രമല്ല റിയൽമിയുടെ പല ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളും ഇറക്കുന്ന ഒട്ടുമിക്ക ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളെല്ലാം തന്നെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലെല്ലാം കാണുന്ന ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറുണ്ട്. ഗൂഗിൾ ഫാസ്റ്റ് പെയർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇതിനകത്തും റിയൽമി നൽകിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഗൂഗിൾ ഫാസ്റ്റ് പെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നമ്മളുടെ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ടുള്ള ഫോണിനകത്തേക്ക് പെയർ ചെയ്ത് കഴിഞ്ഞാൽ അതേ ഗൂഗിൾ അക്കൗണ്ടുള്ള മറ്റേത് ഫോണുകളിലകത്തും ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഈ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത്തരം ഫോണുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആക്റ്റീവായി എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ സാധിക്കും. പെട്ടെന്ന് അത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ വരുന്നത് കൊണ്ട് തന്നെ കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫോണിനകത്ത് ഞാൻ ജസ്റ്റ് ഇവിടെ കേസ് ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. ഇവിടെ റിയൽമി ബഡ്സ് Q2 ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ജസ്റ്റ് കണക്ട് കൊടുത്താൽ മതി. അത്തരത്തിൽ വളരെ ഫാസ്റ്റായിട്ട് ഗൂഗിൾ അക്കൗണ്ട് സിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസുകളും വളരെ ഫാസ്റ്റായിട്ട് ഇത്തരത്തിൽ നമുക്ക് പെയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് എടുത്ത് പറയട്ടെ. അടുത്തതായിട്ട് ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടച്ച് കൺട്രോളുകളുണ്ട്. ഈ 2 സൈഡിലുള്ള ഈ കാണുന്ന കളർ ബ്ലൂ കളർ ഏരിയയിൽ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഇവയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡബിൾ ടാപ്പ്
ചെയ്ത് കഴിഞ്ഞാൽ അത് പാട്ട് പോസ് ചെയ്യാനും വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് വീണ്ടും റെസ്യൂം ചെയ്യാനും സാധിക്കും. ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ രണ്ട് ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളുടെയും ഈ സൈഡിൽ ഇത്തരത്തിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ട്രാൻസ്പെറൻസി മോഡിലേക്കും അതുപോലെ നോയ്സ് ക്യാൻസലേഷൻ മോഡിലേക്കും മാറി വരുന്നതിനുള്ള ഓപ്ഷനായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ടച്ച് കൺട്രോളുകളും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിൽ നൽകിയിട്ടുണ്ട്. ഇത്തരം ടച്ച് കൺട്രോളുകളൊക്കെ നമുക്ക് റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ട്രാക്കിലേക്ക് മാറേണ്ട വേറെ എന്തെങ്കിലും ഓപ്ഷനാണ് ചെയ്യേണ്ടതെങ്കിൽ അത്തരത്തിൽ കസ്റ്റമൈസ് ചെയ്യാനും നമുക്ക് റിയൽമി ലിങ്ക് ആപ്പ് വഴി സാധിക്കും. മാത്രമല്ല ഇതിനകത്ത് IPX5 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ രാവിലെയൊക്കെ വ്യായാമമൊക്കെ ചെയ്യാൻ പോകുമ്പോൾ പാട്ടൊക്കെ ചെവിയിൽ കേട്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അല്പം മഴ നനഞ്ഞാലോ നമ്മുടെ വിയർപ്പ് അല്പം ഇതിനകത്തേക്ക് ഇറങ്ങിയാലോ ഒന്നും യാതൊരു പ്രശ്നവും വരികയുമില്ല. ആക്റ്റീവ് ബ്ലാക്ക്, കാം ഗ്രേ എന്നീ രണ്ട് കളർ വേരിയൻറ്റുകളാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ റിയൽമി വിൽക്കുന്നത്. നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് ആക്റ്റീവ് ബ്ലാക്ക് എന്ന കളർ വേരിയൻ്റാണ്. എനിക്കിതിനകത്ത് കണ്ടപ്പോൾ കുറച്ചുകൂടി കളർ ഇഷ്ടപ്പെട്ടത് കാം ഗ്രേ എന്ന ആ ഒരു കളർ വേരിയൻ്റാണ്. മാത്രമല്ല ഇതിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5.2 ആണ് നൽകിയിരിക്കുന്നത്. അത് കുറച്ച് ലേറ്റസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയും കണക്ടിവിറ്റിയൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ചാർജിങ്ങിന് വേണ്ടിയിട്ട് USB Type-C പോർട്ട് നൽകിയിരിക്കുന്നത് ഒരു വലിയ കാര്യമാണെന്ന് എടുത്തു പറയട്ടെ. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയാണ്. ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് പാട്ടുകൾ കേട്ട് നോക്കി. 10mm ബാസ് ബൂസ്റ്ററാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ബാസിനാണ് ഇതിനകത്ത് മുൻതൂക്കം കൊടുത്തിരിക്കുന്നതെന്ന് കാണുന്നു. ഇന്ത്യൻ കസ്റ്റമേഴ്സ് പൊതുവെ ബാസ് ഇഷ്ടപ്പെടുന്നവരാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബഡ്സ് Q2ലും ബാസിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു സൗണ്ട് എഫക്റ്റാണ്. അതുപോലെ മിഡ് റേഞ്ചിലുള്ള സൗണ്ടുകളും അതുപോലെ ട്രബിളും ഒക്കെ ഓക്കെയാണ്, മറ്റു പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ മ്യൂസിക് ഇതിനകത്ത് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 2 മൈക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണിലേക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഈ ഒരു ബഡ്സ് Q2 റിയൽമി വിൽക്കുന്ന വിലയെന്ന് പറയുന്നത് 2499 രൂപയ്ക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് തോന്നുന്നു? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലെ മനോഹരമായ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.